നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് പഞ്ചകോശങ്ങളെ പറ്റിയാണ്. അതായത് ഉപനിഷത്തുകൾ അനുസരിച്ചിട്ട് നമ്മുടെ മനുഷ്യ സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രകൃതി 5 വ്യത്യസ്ത മാനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ മാതൃശരീരം അഥവാ നമ്മുടെ വ്യക്തിഗതമായ ആത്മാവിൻ്റെ ക്ഷേത്രം നമ്മുടെ ആത്മീയ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഊർജത്തിൻ്റെ കൂടുതൽ സൂക്ഷ്മമായ പാളികളിലേക്ക് വികസിക്കുന്നു. ഇത് ജീവാത്മാവിന് ചുറ്റുമുള്ള കോശങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. വ്യത്യസ്ത ഊർജ കവചങ്ങൾ മനുഷ്യർ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ കോശവും വ്യത്യസ്ത വേഗതയിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവ പരസ്പരം ഇടപഴകുകയും പരസ്പരം ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്ഥൂലം മുതൽ അതീന്ദ്രിയ അളവുകൾ വരെ, അതായത് സ്ഥൂലം മുതൽ സൂക്ഷ്മം വരെ. പഞ്ചകോശങ്ങൾ അഥവാ 5 കവചങ്ങൾ നമ്മുടെ മാനസികവും ആത്മീയവുമായ വികാസത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. പഞ്ചകോശങ്ങൾ ഇങ്ങനെയാണ്. ശാരീരികപരമായി പറയുമ്പോൾ അന്നമയ കോശം, ഊർജപരമായത് പ്രാണമയ കോശം, മാനസികമായത് മനോമയ കോശം, ജ്ഞാനവുമായി ബന്ധപ്പെട്ടത് വിജ്ഞാനമയ കോശം, ആനന്ദവുമായി ബന്ധപ്പെട്ടത് ആനന്ദമയ കോശം. ഈ പാളികൾ അസ്തിത്വത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ, അതായത് സ്ഥൂലം മുതൽ അതീന്ദ്രിയം വരെ ശാരീരികവും മാനസികവും ഊർജ്ജസ്വലവുമായ അസന്തുലിതാവസ്ഥയെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകയും പഞ്ചകോശം നൽകുകയാണ്. ഇതിലൊന്നാമത്തേതായ അന്നമയ കോശം, ഇതിനെ ഭക്ഷണ കവചം എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഏറ്റവും പുറത്തുള്ള കോശമാണ് അന്നമയ കോശം. അഭിവൃദ്ധി പ്രാപിക്കാൻ ഭക്ഷണവും പോഷണവും ആവശ്യമുള്ള ഭൗതിക ശരീരത്തെ സൂചിപ്പിക്കുന്നു. ഭൗതിക ശരീരത്തിലെ പ്രശ്നങ്ങൾ മറ്റു പാളികളിലെ അസന്തുലിതാവസ്ഥയായി പ്രകടമാക്കുന്നതിനാൽ ഇത് ഏറ്റവും ദുർബലമായ കോശമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആസന പരിശീലനം, ഭക്ഷണക്രമം, ഉറക്കത്തിൻ്റെ ഗുണനിലവാരം എന്നിവയെല്ലാം അന്നമയ കോശത്തെ സ്വാധീനിക്കുന്നു. ഈ കവചം നമ്മുടെ ഭൗതിക ശരീരമാണ്. എല്ലാ കോശങ്ങളിലും ഏറ്റവും സാന്ദ്രമാണ്. അതിൽ നമ്മുടെ അസ്ഥികളും പേശികളും അവയവങ്ങളും ഉണ്ടാക്കുന്ന ടിഷ്യൂകളും ഉൾപ്പെടുന്നു. ഇവിടെ ഊർജം ദ്രവ്യമായി ഘടിപ്പിക്കുകയും അത് 5 മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൽ ഭൂമി മൂലകമാണ് പ്രബലമായത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ഇതിനെ ഭക്ഷണപാളി എന്നൊരു പേര് കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്നമയ കോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത്. ഇമോഷണലി അല്ല പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിലൂടെ, നല്ല വ്യായാമത്തിലൂടെ, നല്ല ഉറക്കത്തിലൂടെ നമ്മളുടെ ശരീരം സൂക്ഷിക്കുക എന്ന തത്വം തന്നെ. നമ്മുടെ ആത്മാവ് കുടികൊള്ളുന്ന ക്ഷേത്രമാണ് നമ്മുടെ ശരീരം. രണ്ടാമത്തത് പ്രാണമയ കോശം അഥവാ ഊർജം ഉൾക്കൊള്ളുന്ന കവചം. പ്രാണ എന്നാൽ ഊർജം, ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന ദിവ്യശക്തിയാണ് ഈ കോശം. ഇത് അക്ഷരാർത്ഥത്തിൽ ശ്വാസവും 5 പ്രാണങ്ങളും ഉൾക്കൊള്ളുന്നു. അതായത് പ്രാണ, അപാന, ഉദാന, സമാന, വ്യാന. പ്രാണൻ്റെ ഈ രൂപങ്ങൾ ഭൗതിക ശരീരത്തിനുള്ളിലുള്ള വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. പ്രാണമില്ലെങ്കിൽ ശരീരം നിർജീവമായി ചലിക്കാനോ ചിന്തിക്കാനോ കഴിവില്ലാത്തതായി മാറുന്നു. രക്തപ്രവാഹം നടത്തുന്നത് പ്രാണനാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും നാഡികളിലൂടെ പ്രേരണകൾ തലച്ചോറിലേക്കും പുറകിലേക്കും കൊണ്ടുപോകുന്നു. നാഡികളിലൂടെ ശരീരത്തിലുടനീളം പ്രാണൻ പ്രചരിക്കുന്നു. ജീവാത്മാവും മാനസികവും ആത്മീയവുമായ ഊർജത്തിൻ്റെ രൂപത്തിലാണ് പ്രാണൻ കുടികൊള്ളുന്നത്. സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായ ശരീരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നമ്മെ അനുവദിക്കുന്നത് പ്രാണനാണ്. അന്നമയ കോശവുമായി അടുത്ത ബന്ധമുള്ള ഈ കവചം ഭൗതിക ശരീരത്തെ സജീവമാക്കുന്നതിന് ഉത്തരവാദിയാണ്. പ്രാണമയ കോശം പ്രാണനാൽ നിർമ്മിതമാണ്. അത് പ്രാണായാമത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും നാഡീശുദ്ധി എന്നൊക്കെ. നമ്മുടെ പ്രാണനിലൂടെയാണ് നമുക്ക് നാഡീശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ കവചമാണ് മനോമയ കോശം, മനസ്സുൾക്കൊള്ളുന്ന കവചം. ഈ കോശം
നമ്മുടെ മനസ്സും ചിന്തകളും വികാരങ്ങളും ചേർന്നതാണ്. ഈ മാനത്തിലൂടെയാണ് നമ്മൾ ലോകത്തെയും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ സന്തോഷത്തിനും അസന്തുഷ്ടിക്കും ഉത്തരവാദിയുമാണ്. ലോകത്തെക്കുറിച്ചുള്ള ധാരണയെ നിയന്ത്രിക്കുന്ന മനസ്സിൻ്റെ വശത്തെ പരാമർശിക്കുന്നു. പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ചിന്താശീലങ്ങൾക്കൊപ്പം ഒരാളുടെ ആത്മബോധം വികസിക്കുന്ന ഇടമാണ് മനോമയ കോശം. മനോമയ കോശത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മൈൻഡ്ഫുൾനെസ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിലേക്ക് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനോമയ കോശം ആക്റ്റീവായിരിക്കണം. അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് ഒരു സമയം ഒരു കാര്യത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ പ്രസൻറ്റ് മൈൻഡ് എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാലാമത്തെ കാര്യം വിജ്ഞാനമയ കോശം, അതായത് സൂക്ഷ്മമായ അറിവിൻ്റെ കവചം. വിജ്ഞാനം എന്നാൽ സൂക്ഷ്മമായ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. ഈ കോശത്തിൽ അവബോധജന്യമായ അറിവിലേക്കും ബോധത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്കും എത്തിച്ചേരുന്നു. ഈ കവചത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവബോധം നഷ്ടപ്പെടുകയും അവബോധം ഉയർന്ന മനസ്സായി സ്ഥാപിതപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ഉയർന്ന ബോധത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ് നാം അറിയുകയും തീരുമാനിക്കുകയും വിധിക്കുകയും വിവേചനം കാണിക്കുകയും ചെയ്യുന്നത്. തൽഫലമായി ഉയർന്ന മനസ്സ് ആത്മാവിലേക്ക് തിരിയുന്നു, സത്യമന്വേഷിക്കുന്നു, ശാശ്വതമായ ബോധകേന്ദ്രത്തിനായി തിരയുന്നു. വിജ്ഞാനമായ കോശം നാഡികളിലൂടെ ബോധമനസ്സിനെയും ഉയർന്ന മനസ്സിനെയും സാർവത്രിക മനസ്സിനെയും ബന്ധിപ്പിക്കുന്നു. മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ തുടങ്ങിയവയിലൂടെ നമ്മുടെ ശ്രദ്ധയെ ആഴത്തിലുള്ള ബോധത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു. ഈ കവചം ആന്തരിക ജ്ഞാനത്തോടും ആഴത്തിലുള്ള ബോധാവസ്ഥകളോടും ബന്ധപ്പെട്ടിരിക്കുന്ന അവബോധത്തിൻ്റെ ഇരിപ്പിടമാണ്. ചുരുക്കി പറഞ്ഞാൽ, തൊട്ടു മുൻപുള്ള കവചത്തെപ്പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ കൃത്യമായ ധ്യാനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ എത്തിക്കാൻ, അതായത് നാം എന്താണ് എന്നൊരു ബോധമുണ്ടാവുകയും ചുറ്റിലുള്ളവയെല്ലാം എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു ജ്ഞാനം നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു കോശത്തിനാൽ നമുക്ക് സാധിക്കുന്നത്. അഞ്ചാമത്തേതും ഏറ്റവും ഒടുവിലത്തേതുമായ കവചം ആനന്ദമയ കോശം അഥവാ ആനന്ദ കവചം. ആനന്ദ ശരീരം എന്നറിയപ്പെടുന്ന ഈ കോശം ആത്മാവിനോട് ഏറ്റവും അടുത്തതാണ്. ഇത് യുക്തിസഹവും ചിന്താശേഷിയുമുള്ളതുമായ മനസ്സിനെ മറികടക്കുന്നു. സാർവത്രിക ബോധവുമായി ഐക്യത്തിൻ്റെ ഒരു അനുഭവം നൽകുന്നു. ഈ കവചം ആത്മീയമോ കാര്യകാരണപരമോ ആയ ശരീരമാണ്. ആനന്ദമയ കോശം നമ്മുടെ ഹയർ സെൽഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മിലെ ഏറ്റവും ഹയർ വൈബ്രേഷനിൽ എത്തുന്നു. ആനന്ദമയ കോശത്തിലെത്താൻ സാധിക്കുമ്പോൾ സ്വയം ഈശ്വരനിൽ ലയിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നാം ആത്മാവിനെ സമ്പൂർണതയിലേക്ക് എത്തിക്കുന്നു. അതായത് നമ്മൾക്ക് യഥാർത്ഥമായ തിരിച്ചറിവുണ്ടാവുകയും യഥാർത്ഥ ബോധത്തിലേക്ക് എത്തിക്കുകയും ഈശ്വരനും നമ്മളും ഒന്നാണെന്ന നിലയിലേക്ക് എത്തുക. അത്രയും ഹയർ കോൺഷ്യസ്നേക്ക് എത്തുമ്പോഴാണ് ആനന്ദമയ കോശം ആക്ടിവേറ്റ് ആവുന്നത്. സോ പഞ്ചകോശങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.